അടുത്തടുത്തേക്ക് ഒരുമിച്ചിരിക്കും. നിങ്ങളെല്ലാം എന്തോ ആഫ്രിക്കയും അന്റാർട്ടിക്കയും നമ്മളിങ്ങനെ ഓക്കെ. സോ ഗൈസ്, അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എന്താ പറയാ, സത്യം പറഞ്ഞാൽ 5 വർഷം ആയി. നമ്മള് 5 years ഓഫ് ടിവിയെ നമുക്ക് അത്രയ്ക്ക് വലിയ ഗ്രാൻഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് ഇന്ന് നമ്മൾക്ക് ഒരു ഗ്രാൻഡ് പരിപാടിയായിട്ട് നടത്താം. ഇതെന്തൊരു തൊല്ലകളൊക്കെ. വാസോണ്ട ഞാൻ ഒരു മിനിറ്റ് വാസോണ്ട നമുക്ക് ബാബുവിന്റെ ഹോസ്റ്റേൽ കൊടുത്താലേ? അപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാങ് അതേപോലെ ആ ഒരു ലെഗസിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് പറയാം, ഇപ്പൊ ഞങ്ങൾ വളരെ ചുരുക്കം പേര് മാത്രമായിട്ട് തുടങ്ങിയ ഒരു ഗ്യാങ് ഈ 2026-ലും നമ്പർ 1 ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര, ആസ് എ ലീഡർ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിന് എല്ലാവർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ TV ഫാമിലിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു 13-14 മെമ്പേഴ്സ് ഉണ്ട്. സരക്ക്, രായൻ, അങ്ങനെ കുറേ എടുത്തു പറയാൻ കുറേ പേരുണ്ട്. ഒരു 10-14 പേരുണ്ട്. അവർക്കും TV-യിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മളിവിടെ വരെ എത്തിച്ചതിലും നമ്മളിവിടെ വരെ കൊണ്ടുവന്നതിലും എല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക് യു പറയുകയാണ്. എന്താ പറയുക, 5 വർഷം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചാൽ ഈ ഗ്യാങ്ങിന് ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഇപ്പം ഈ ഒരു സമയത്താണെങ്കിൽ എക്സ്പാൻഡിസി പോലും നമ്മൾ വളരെ, അതായത് ലാസ്റ്റ് കളിച്ച ഒരു മാസം നമ്മൾ തോറ്റിട്ടില്ല. അത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരായാലും പഴയ ഉണ്ടായിരുന്ന ആൾക്കാരായാലും പെട്ടെന്ന് ആ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത സിനർജിയും അതെല്ലാം ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്താ എല്ലാവർക്കും ഗൈസ് താങ്ക് യു സോ മച്ച്. ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നതിനും ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലിയെ പോലെ നിൽക്കുന്നതിനെല്ലാം ഒരുപാട് താങ്ക് യു. അപ്പോൾ ഞാൻ കോ ലീഡർ ചന്ദ്രനെ വിളിക്കാം. ചന്ദ്ര 2 വാക്ക് സംസാരിക്കണം. അപ്പൊ ഈ സൈറൻ സൗണ്ട് നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ സൈറണോ? ഒരു സൈറൻ സൗണ്ട് കേട്ടോണ്ടിരിക്കണ്. എന്തെങ്കിലും പറയുന്നുണ്ടോ? ആസ് യൂഷ്വൽ വായിൽ പഴം വെച്ചോണ്ടിരിക്കുന്ന രണ്ടിലും പറ. ചന്ദ്ര ഹലോ ഹലോ എടാ റേഡിയോയിലാണ് ഇത്. എല്ലാവരും കേക്കാവോ ഞാൻ പറയുന്നേ? ഗൈസ്, ടുഡേ our gang complete 5 amazing years. Wow. It still feels crazy to think how we have been logged together. 5 years of roleplay fights, laughter, late night wins, losses, and thousands of memories that only we understand. We started from nothing and today we stand as a strong family. I want to give a special thanks to our Annan, Vasu Annan. He is the pillar of this gang. The one who stood strong in every situation, guided us, supported us, and never gave up on this family. I have also been there from the beginning, and I am proud of that. I could be a part of building this journey with all of you. Scroll down a little. Thank you. താങ്ക് യു ChatGPT. Thank you ChatGPT. Thank you so much. Thank you. Thank you family. അടുത്തതായി പറയണ്ട ഗൈസ്. സംഗതി മനസ്സിലായില്ല. UKS ഒക്കെ വേണ്ടി IELTS ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു ഫാമിലി ആയിട്ട് നമ്മള് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. ഇന്ന് അതായത് ഈ 2026-ലും ഈ ഒരു ഗ്യാങ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതിന് എക്സ്പെഷ്യലി വാസുവിന്റെ ഒരു വലിയൊരു എന്താ പറയുന്നതിന് വാസുവിന് വലിയൊരു പങ്കുണ്ട് അതില്. കാരണം നമ്മള് ഒരു ഡൗൺ ടൈമില് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാനടക്കം വാസുവിന്റെ അടുത്ത് പറഞ്ഞു, എന്നാ ഇത് നീ മുന്നോട്ട് എങ്ങനെ, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, എനിക്ക് അറിഞ്ഞൂടാ, ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാസുവിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഇത് നമുക്കിത് ചെയ്യാം, നമുക്കിത് എങ്ങനെയാന്നോ എന്ത് ചെയ്യണോന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് പറ്റുന്ന വരെ ഇത് കൊണ്ടുപോകുന്ന
അന്ന് വാസൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അത്. ആൻഡ് അത് നമ്മളെ ഈ ഒരു എന്താ പറയാ ഇത്രയും വീണ്ടും അവിടെ നമ്മൾ കംബാക്ക് ആയിട്ട് വന്ന് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പഴയൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ പാർട്ട് ഓഫ് നമ്മുടെ ഫാമിലിയിലുള്ള കുറെ പേര് ഇപ്പൊ ഇവിടെ ഇല്ല. സ്റ്റിൽ നമ്മുടെ ഗാങ്ങിന്റെ പില്ലേഴ്സ് തന്നെയായിരുന്നു എല്ലാവരും. ആൻഡ് അവരുടെ അടുത്തും ഈ ഒരു 5 years ഓഫ് ടിവിയില് ഈ ഒരു സമയത്ത് എനിക്ക് താങ്ക്സ് പറയണം. ആൻഡ് താങ്ക് യു ഗൈസ്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇതില്ല. ആൻഡ് അത്ര എനിക്ക് പറയുള്ളൂ. ആൻഡ് ഇപ്പൊ ഇവിടെ ഉള്ള എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഈ റെസ്പെക്റ്റിനും ഈ ഒരു ഇതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറയാനുള്ള എനിക്ക് ഞാൻ അന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഒരു സൗണ്ട് വീണ്ടും കേട്ടോണ്ടിരിക്കണം. ഒന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയോ അതെന്തോ മാറ്റാ ആംബുലൻസിന്റെ എന്തോ. അപ്പോൾ എല്ലാരും ഒരു 10 സെക്കൻഡ് നമ്മുടെ മരിച്ചുപോയ പിറ്റൽജിക്കും ആ ചെണ്ടി പൂച്ചയ്ക്കും വേണ്ടിയിട്ട് മൗനമായി പ്രാർത്ഥിക്കും. 1 2 എന്താ അത്? തുമ്മിയതാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ മുരളി 3ാമത്തെ വർഷം മുതൽ പറയുന്നുണ്ട് നമ്മളിപ്പോൾ പൂട്ടും, അടുത്ത വർഷം പൂട്ടും, അതിൻ്റെ അടുത്ത വർഷം പൂട്ടുന്നു. പക്ഷേ നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ, അതിലുപരി എൻ്റെ മുതലാളിയുടെ വലിയ ഹൃദയം ഉള്ളത് കൊണ്ടും നമ്മൾ പൂട്ടില്ല. അത് ഇന്നും പൂട്ടില്ല, അടുത്ത വർഷവും പൂട്ടില്ല, അതിൻ്റെ അടുത്ത വർഷവും പൂട്ടില്ല. നമ്മളായിരിക്കും പ്രൈം. നമ്മൾ വാട്ട് ഈസ് പ്രൈം? TBA ഇസ് പ്രൈം, ആൾവേസ് പ്രൈം. അത് മാത്രമല്ല, ഗൺ പവറിന്റെ കേസ് പറയുവാണെങ്കിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് ഹെൽമറ്റ് വെച്ച് നടക്കുന്നവന്മാർക്കിടയിൽ ഹെൽമറ്റ് ഇല്ലാതെ പോയി ഗണ്ണുകൊണ്ട് കീരിക്കാടൻ 3 പിക്കെടുത്ത നാട് മുതൽ നമ്മൾ പ്രൈമാണ്. ഇന്നും ഹെൽമറ്റ് വെക്കാൻ അറിയാമെങ്കിലും കണ്ണ് പിടിക്കാൻ അറിയാമെങ്കിലും പൈലറ്റ് കളിക്കുന്നവന്മാർക്കും ഇടയിൽ ഇന്നും നമ്മൾ TBA ഒരു പേടി സ്വപ്നം തന്നെയാണ്. ടർഫ് വിളിക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? TBA ടർഫ് വിളിച്ചാൽ അവർക്ക് കിട്ടും, സ്ഥലം തരില്ല. നമ്മൾ നമുക്കുള്ള സ്ഥലം വെട്ടിയെടുക്കണം, വഴി വെട്ടി ഉണ്ടാക്കണം. ഉണ്ടാക്കിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അത് തന്നെയാണ് നമ്മുടെ മുലാലിയും നമ്മുടെ അണ്ണുവും നമുക്ക് കാണിച്ചു തന്ന വഴി. അതുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ വി കണ്ടിന്യൂ ഇൻ അവർ ബ്രൈവ്. ഓക്കെ, എല്ലാവർക്കും എല്ലാ വർഷത്തെയും പോലെയും പിന്നെ നമ്മുടെ ബ്രൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർ, അതെനിക്ക് ചന്ദ്രബോസ് പറഞ്ഞപ്പോഴും മുരളി പറഞ്ഞപ്പോഴത്തെ നമ്മൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. അവര് ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോയി. പക്ഷെ ഇല്ല എന്നല്ല, ഉണ്ട്. എല്ലാവരുടെ മനസ്സിൽ നമ്മളുണ്ട്, നമ്മുടെ മനസ്സിൽ അവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പ്രൈമിലാണ്, നമ്മൾ എന്നും പ്രൈമായിരിക്കും. ഒരു 9ന്റെ മക്കൾക്ക് നമ്മുടെ പ്രൈമിന് താഴെക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. ബാബു. താങ്ക് യു. അപ്പൊ അടുത്തതായി അപ്പാപ്പനെ കൂടെ ഒന്ന് സംസാരിക്കാൻ നമ്മൾ വിളിക്കുകയാണ്. അപ്പാപ്പനൊന്ന് പറ. എന്നാലും ഒരു നമ്മളെ കുറച്ച് വർഷം പുറത്തുനിന്ന് കണ്ടതാണ്, ഇപ്പൊ ഒരു വർഷമായിട്ട് നമ്മളെ കൂടെ നിന്ന് കാണുന്നു. ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പറ്റി അപ്പാപ്പന ഒന്ന് പറഞ്ഞാൽ മതി. മൈക്ക് കേൾക്കുന്നില്ല. നീണ്ട 5 വർഷം TBA എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഇവിടെ ബാബു പറഞ്ഞതുപോലെ ഓൾ ടൈം പ്രൈമില് കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ബാബു പറഞ്ഞതുപോലെ ഇനി ഒരു 10 കൊല്ലത്തേക്കും കൂടി നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് വാസമോൻ പറഞ്ഞിട്ടുണ്ട്. അല്ല വാസമോനെ? ഉറപ്പായിട്ടും അപ്പാപ്പ. അത്രേ ഉള്ളൂ. അപ്പോ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്ന് ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും TVനെ പറ്റി. പുറത്തുള്ളത് ഉണ്ടായിരുന്നുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, അന്നും ഞാൻ വെളിയിൽ ഇവിടെ ഇല്ലായിരുന്ന സമയത്താണെങ്കിലും എന്നും ഒരു എതിരാളി എന്ന് പറയുമായിരുന്നുണ്ടെങ്കിൽ അത് TV തന്നെ. വേറെ ഏത് ഗ്യാങ്ങിനെ അടിച്ചാലും കിട്ടാത്ത സുഖമായിരുന്നു TV. അല്ല അങ്ങനല്ല. അപ്പൊ കേട്ടിട്ടുണ്ട്, പല ലിങ്കുകൾ ഓപ്പൺ ആകുമ്പോഴേ അങ്ങനെ കേട്ടിട്ടുണ്ട്, തോന്നിയതായിരിക്കും. ചോറ് കഴിക്കുമ്പോ എനിക്ക് റെക്കമെൻഡേഷൻ വരാറുണ്ട്. ഇതൊക്കെ ഏതോ അസുഖം വരുന്നത്.
ബ്രാവോ ഈഗിളിനെ കൊട്ടയെന്ന് വിളിച്ചപ്പോൾ എന്തല്ലേ നമ്മള് കൊറേ പ്രതിഭാസങ്ങൾ ഉണ്ടല്ലേ. ബാലനും കൂടെ വേണമായിരുന്നു. അപ്പോ അങ്ങനെ ഒരുപാട് നല്ല സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ദുഃഖ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദുഃഖത്തിന് ശേഷവും ഒരു സന്തോഷം എന്ന് പറയുന്നത് പോലെ വാസുമോൻ പറഞ്ഞതുപോലെ വീണ്ടും വാസുമോന്റെ പ്രിയപ്പെട്ടവരായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് അവരുടേതായ സാഹചര്യങ്ങൾ കൊണ്ട് പോകേണ്ടി വന്നപ്പോഴും അവിടെ നിന്ന് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇത് റീബിൽഡ് ചെയ്ത് വീണ്ടും അതേ പ്രൈമിൽ എത്തിച്ച വാസുമോൻ അടിക്കണ ഒരു കൈ. അപ്പോ നമുക്ക് എന്നും ഇങ്ങനെ ഒരു ലീഡർ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പൊ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് അടുത്ത സർപ്രൈസ് പറയാനായി നമ്മൾ ഇതാ വാസുമോനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ കേട്ടില്ലേ? അല്ല, ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി പെമ്പിള്ളാര് വന്ന് എന്ത് കാണിച്ചാലും നമുക്ക് നല്ല രസമായിട്ട് തോന്നും. അതാ കൊച്ചി അച്ചില്ലാത്തവനെ മര്യാദക്ക് പറ. ഞാൻ ചീഞ്ഞെക്കുന്നുണ്ട് മച്ചു. ഇത് മുകളിൽ ഇന്നലെ നോക്കാണ് കേട്ടാ. കേക്കുന്നില്ലെന്ന് നീ നോർമലി എടാ ഞങ്ങൾക്ക് കേൾക്കാന്ന് ഇവിടെ, നീ പാടിക്കോ. എല്ലാരും സൈലന്റാണ്, മക്കളെ സൈലന്റാണ് എല്ലാരും. മക്കളെ നമ്മളെ കണ്ട് നമ്മുടെ മരണം വരെയും നമ്മളോട് ഒരാളെ ഉള്ളു. അത് നമ്മുടെ ഒരേ ഒരു അണ്ണനാണ്. നമ്മുടെ അണ്ണന് വേണ്ടി ഞാനും ജർമ്മനും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്, നിങ്ങൾ അതിൽ പങ്കാളികളാവുക. ജർമ്മനാര് ജർമ്മൻ കമ്മൻ അച്ഛനെ കരയുന്ന ഇഷ്ടം കണ്ണില്ല കൊച്ചു, കണ്ണില്ല. ഞാൻ കണ്ണില്ല. ഇഷ്ടം എനിക്കിഷ്ടം കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും എന്റെ അണ്ണനെയാണ് എനിക്കിഷ്ടം. തഴുകിയുറക്കമുറക്കമെന്നിഷ്ടം ഞാനെന്ന് കരയുമ്പോൾ കരയുന്ന അണ്ണനാണ് ഇഷ്ടം. താങ്ക് യു. നന്ദിയുണ്ട്. അടിച്ചിറക്കുന്നതിനും പറഞ്ഞു, അടിച്ചിറക്കുന്നതിനും പറഞ്ഞു.